ഈനവ് എന്നുള്ളൊരു സംഘടന നമുക്കുണ്ടെങ്കിലും അല്ലാതെ തന്നെ ഒരുപാട് സംഘടനകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ചെറുപ്പം മുതലേ പള്ളികളിലായിട്ടും ഒക്കെ. അതെ, പള്ളിയിൽ CLC-യിലാണ് തുടങ്ങുന്നത്. CLC-യിലുണ്ടായിരുന്നു, അതേമാതിരി കുർബാനയ്ക്ക് കൂടുന്നുണ്ടായിരുന്നു, വാട്ടർ ബോയ്സിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് CLC-യിലായി, CLC-യുടെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു കുറച്ചു കാലം. അത് കഴിഞ്ഞ് നമ്മൾ പള്ളി സംഘടനകളിൽ KLM-ൽ ഇപ്പോൾ വൈസ് പ്രസിഡൻ്റാണ്. തൊഴിലാളികളുടെ സംഘടനയാണ് KLM. മികച്ച തൊഴിലാളികൾക്കുള്ള പുരസ്കാരം 2 പ്രാവശ്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ മേഖലകളിൽ നമ്മൾ സഹായിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുക. അത് നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗം കൂടിയാണല്ലോ. ഒരു ഹാപ്പിനെസ് എന്ന് പറയില്ലേ, നമ്മുടെ സന്തോഷം, മാനസിക സന്തോഷം, അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കാറുണ്ട്. പിന്നെ ഈ ജോലിയും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ്, ആ വഴിത്തിരിവിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതായത് ആദ്യമായിട്ട് നമ്മളൊരു ഇലക്ഷനിൽ മത്സരിക്കാനായിട്ട് പോവുകയാണ് അല്ലേ? അതെ അതെ അതെ. അത് പറയുമ്പോൾ ഞാൻ ഒരു കേരള കോൺഗ്രസ്സുകാരനാണ്. ചെറുപ്പം തൊട്ടേ മാണി സാറിനോടും ജോസ് കെ മാണി സാറിനോടൊക്കെ നല്ല ആഭിമുഖ്യമുള്ള കേരള കോൺഗ്രസ്സുകാരനാണ് ഞാൻ. യൂത്ത് ഫ്രണ്ടിൻ്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റായിരുന്നു 3 വർഷം. ഇപ്പോൾ 42 വയസ്സ് ആണ് പ്രായപരിധി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അതിന്ന് മാറേണ്ടി വന്നു. ഇപ്പോൾ നിലവിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നിയോജക മണ്ഡലം സെക്രട്ടറിയാണ് നിലവിൽ. അപ്പോൾ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഒരിക്കലും രാഷ്ട്രീയത്തിലിറങ്ങി അങ്ങനെ ശോഭിക്കണം, രാഷ്ട്രീയത്തിലെ ഈ വടംവലികളിൽ ചെന്ന് പെടണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളല്ല. എന്നാലും രാഷ്ട്രീയത്തിൽ പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ധർമ്മം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ബ്ലോക്കിലേക്ക് ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കാൻ തയ്യാറായിട്ട്, അപ്പോൾ മുല്ലശ്ശേരി ബ്ലോക്കിലെ പാവർട്ടി ഡിവിഷൻ, മതിയൂർ ഡിവിഷനിൽ നിന്നും മത്സരിക്കാൻ ഉള്ളൊരു സാധ്യത തെളിഞ്ഞു വന്നിട്ടുണ്ട്. വലിയ സന്തോഷം. നമുക്ക് രാഷ്ട്രീയത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഉണ്ട്. നമ്മളിപ്പോൾ എപ്പോഴും ഇപ്പോൾ ബ്ലോക്ക് മെമ്പർമാർ ആയി വരുന്നവർ, ഞാൻ സത്യം പറഞ്ഞാൽ ബ്ലോക്ക് മെമ്പർ അത്ര അധികം കണ്ടിട്ടില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ നമ്മളായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഈ റോഡുകൾ കാണുമ്പോൾ പറയും അത് ഫണ്ട് കിട്ടിയിട്ടില്ല. അത് നമ്മൾ ഒരു പുതിയ റോഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ മെയിൻ്റനൻസുകൾ ചെയ്ത് അത് നാശമായി പോവാതെ കുറച്ചു കാലം കൂടി നീണ്ടു കിട്ടുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാനൊക്കെ മെമ്പർമാർ വിചാരിച്ചാൽ ഒരു ഫണ്ടിൻ്റെ ആവശ്യമില്ല. അതൊക്കെ നമുക്ക് സാധിക്കും. അതേമാതിരി ഓരോ പ്രദേശങ്ങളിലും കുറച്ച് യുവാക്കളെ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് ഓരോ കമ്മിറ്റികൾ ഉണ്ടാക്കി അതിന് വേണ്ട റോഡിൻ്റെ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക.